കാട്ടാളൻ ആന്റണി പെപ്പെ നായകനാകുന്നു. ഇതിന്റെ ഒരു ചെറിയ ടീസർ, 1.25 മിനിറ്റുള്ള ടീസർ കഴിഞ്ഞ ദിവസം വന്നു. എനിക്ക് ആ ടീസർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ റിയാക്ഷൻ ആണ്. എന്തായാലും നമ്മുടെ ഷെരീഫ് മുഹമ്മദ് മാർക്കോയുടെ പ്രൊഡ്യൂസറാണ്. മാർക്കോ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയിരുന്നു, ഒരു ട്രെൻഡിങ് തന്നെ ആയിരുന്നു. എന്തൊക്കെയായാലും മാർക്കോ ഒരുപാട് പേര് ഇഷ്ടപ്പെടുത്തിയ സിനിമയാണ്. അതിന്റെ നിർമ്മാതാവ് അതുപോലെ പബ്ലിസിറ്റി കൊടുക്കുന്ന നിർമ്മാതാവാണ് ഷെരീഫ് മുഹമ്മദ്. ഇത് കാട്ടാളൻ സംവിധാനം ചെയ്തിരിക്കുന്ന പോൾ ജോർജ് ആണ്. മാക്സിമം ഈ പറഞ്ഞ പോലെ ആക്ഷൻ രംഗങ്ങൾ സൂപ്പറാക്കുന്ന ഒരാളാണ് ആന്റണി പെപ്പെ. ഇത് ടീസർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നല്ല രസമായിട്ട് ഇതിന്റെ സിനിമാറ്റോഗ്രാഫിയും ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എവിടെയോ ഒരു പഞ്ച് കുറവ്. ഇപ്പം എനിക്ക് തോന്നിയാണോ എന്ന് അറിയത്തില്ല, നമ്മുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ പറയുന്നത്. തെറ്റുണ്ടെങ്കിൽ തിരുത്താം ഉറപ്പായിട്ടും. എവിടെ ഒരു പഞ്ച് മിസ്സായിട്ടുണ്ടോ എന്നൊരു സംശയം. ആക്ഷനൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ മാർക്കോ കാണുന്ന ലെവൽ അല്ലല്ലോ. എന്തായാലും കാട്ടാളൻ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കഥകളും കഥാപശ്ചാത്തലങ്ങളുമാണ്. ഇതൊരു കാടിന്റെ വന്യതയുടെ സൗന്ദര്യം ഒക്കെ ഉണ്ട്. പക്ഷെ എവിടെയോ ഒരു പഞ്ച് കുറവ് സിനിമയിൽ ഇത് കാണത്തില്ലായിരിക്കും. അതിഗംഭീര സിനിമയായിരിക്കും. എന്തായാലും നിങ്ങളുടെ കമന്റ്സ് ഉറപ്പായിട്ടും പറയുക. എന്തായാലും മെയ് 14 ഇത് റിലീസാണ്. ഇഷ്ടം പോലെ സിനിമകൾ നമുക്ക് മാർച്ചിലും ഏപ്രിലും മെയിലും ഉണ്ട്. ആട്, ദുരന്തർ, ദൃശ്യം, പാട്രിയോട്ട്, ഇഷ്ടം പോലെ ചറപറ സിനിമകൾ ഇറങ്ങുന്ന ഒരു സമയമാണ്. അതിരടി, ടോവിനോ തോമസിന്റെ പള്ളിച്ചണ്ടപ്പി, അങ്ങനെ ഇഷ്ടം പോലെ വലിയ സിനിമകൾ വരുന്നതിന്റെ കൂട്ടത്തിലാണ് കാട്ടാളൻ. മെയ് 14 വേൾഡ് വൈഡ് റിലീസാണ്. എല്ലാ ഭാഷകളിലും ഇതിന്റെ റിലീസ് ഉണ്ട് താനും. എന്തായാലും മാർക്കോയുടെ കൂട്ടൊരു ഗംഭീര വിജയം നമുക്ക് ആശംസിക്കാം.